കുടുംബത്തിലെ പാപാവസ്ഥയെക്കുറിച്ച്, ഷിബു ഇപ്പൊ പാപാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ടെൻഡൻസിയെ കുറിച്ച് അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നന്നായിട്ട് ഷിബു അത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കുടുംബങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ഉൽപ്പത്തി 4:7 ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി 4:7 കായേനോട് ദൈവം പറയുന്നതായിട്ടാണ്: ഉചിതനായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ശരിയാണ്. കായനോട്, ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിലും അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രയോഗം പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം. സത്യത്തിൽ ആ ഒരു വചനത്തെ അവിടെ ഒന്ന് ഫോക്കസ് ചെയ്താൽ, പാപം പടിവാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം എന്ന തിരുവചനം കുടുംബത്തോട് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുടുംബത്തിന്റെ വാതിൽക്കൽ, പടിവാതിൽക്കൽ അകത്തേക്ക് കയറാനായി പാപം പടിവാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ തിരിച്ചറിയേണ്ട ആവശ്യം ഉണ്ട്. നോക്കണം, ആദ്യമായി പാപം ഉണ്ടായത് തന്നെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ. സാത്താൻ ആ ഭാര്യയെയും ഭർത്താവിനെയുമാണ് പ്രലോഭിപ്പിച്ചത്. ആ പ്രലോഭനത്തിൽ ആ കുടുംബമാണ് വീണുപോയത്. അതുകൊണ്ട് ഈ പാപത്തിനും കുടുംബത്തിനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് എന്ന് ഓർക്കണം. പാപം കുടുംബത്തെ ലക്ഷ്യമിട്ടാണ് സാത്താൻ കുടുംബത്തെ പാപത്തിൽ വീഴിക്കാനാണ് ശ്രമിക്കാറ്. അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ ഈ പാപാവസ്ഥ കുടുംബത്തിലേക്ക് കയറിപ്പറ്റി വളരെ ശക്തമായ രീതിയിൽ കുടുംബത്തിൽ ഭരണം നടത്തുമ്പോൾ പിന്നെ ആ കുടുംബത്തിലെ ഓരോ അംഗവും പിന്നീട് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കുടുംബത്തെ ലക്ഷ്യമിട്ടിരിക്കുന്ന ആ സാത്താൻ, അതേക്കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ കുടുംബം, ആദവും ഹവ്വയും പാപം ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? സഹോദരൻ സഹോദരനെ കൊല്ലുന്നതാണ്. കുടുംബത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരന്തമാണ്. ആ കുടുംബം കണ്ണീരിൽ ആണ്ടുപോയി. ആ കുടുംബം ഞെട്ടിത്തരിച്ചുപോയി, തകർന്നുപോയി. പിന്നീട് പ്രതികാരത്തിന്റെ വേര് പിന്നെയും വളരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലാമെക്ക്. എന്നിട്ട് ലാമെക്ക് പറയുന്നത് എന്താ? കായേന്റെ പ്രതികാരം 7 ഇരട്ടിയായിരുന്നെങ്കിൽ ലാമെക്കിൻ്റെത് 770 എന്നാണ് ലാമെക്ക് പറയുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബത്തിൽ പാപത്തിന്റെ വേര് വളരുന്ന അതിനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഇവിടെയാണ് കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും നടുക്ക് വന്നു കിടക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്. പാപത്തിന് പരിഹാരമായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ നമ്മൾ കാണുന്നത്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. നമ്മൾ അടുത്ത ഇതിലേക്ക് നമ്മൾ പോകും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുടുംബത്തിൽ പാപാവസ്ഥ ചിലപ്പോഴെങ്കിലും ഈ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം കാവൽ മാലാഖകളാണ് എന്ന യാഥാർത്ഥ്യം മറന്നുപോകും. പരസ്പരം കാവൽ മാലാഖമാരാണ് ഭാര്യ ഭർത്താക്കന്മാര്. ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തിലെ ആ കുടുംബത്തിലെ നിന്റെ നിന്റെ ജീവിത പങ്കാളിയുടെ ആത്മീയ അവസ്ഥ നന്നായി പാലിച്ചു പോകാൻ, അഥവാ ജീവിത വിശുദ്ധി പാലിച്ചു പോകാൻ
അവൾക്ക് അല്ലെങ്കിൽ അവന് നിരന്തരമുള്ളൊരു സഹായമായി നീ മാറേണ്ടതുണ്ട്. പാപാവസ്ഥകളെ തിരിച്ചറിയാനും അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനും അതിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ പ്രചോദിപ്പിക്കാനും ഒക്കെയുള്ള വലിയ ബാധ്യത ജീവിത പങ്കാളിക്ക് ഉണ്ട്. ചിലപ്പോഴെങ്കിലും ഇത്തരം പാപാവസ്ഥകൾക്ക് മുന്നിൽ പൂർണ്ണമായ നിശബ്ദത പാലിക്കുകയും അല്ല, അതിനും അപ്പുറത്ത് അതിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ചിലപ്പോഴെങ്കിലും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ പാപാവസ്ഥ എന്ന വിഷയത്തിൽ നമ്മളോട് തന്നെ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് പാപം ഒഴിവാക്കി ജീവിക്കാൻ ഞാൻ എങ്ങനെയാണ് ആ പങ്കാളിയെ സഹായിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇത് ജീവിത പങ്കാളികളുടെ കാര്യം. ഇനി മക്കളുടെ കാര്യത്തിലോ, പാരന്റിങ്ങിന്റെ കാര്യത്തിലോ വലിയ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കൾക്കുള്ളത്. പാപത്തിന്റെ ലാഞ്ചനകളെ തിരുത്തി, സ്നേഹത്തോടെ തിരുത്തി, പാപത്തിൽ നിന്ന് മാറി ജീവിക്കാൻ മക്കൾക്ക് നല്ല ജീവിത മാതൃക നൽകി, ഒപ്പം നല്ല ഉപദേശം നൽകി, വേണമെങ്കിൽ ശിക്ഷണം നൽകി മക്കളെ നല്ല രീതിയിൽ പാപാവസ്ഥയിൽ നിന്ന് എതിർ രീതിയിൽ വളർത്താൻ ഉള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അതിനെ തന്നെയാണല്ലോ നമ്മൾ പാരന്റിങ് എന്ന് വിളിക്കുന്നത്. അപ്പോഴ് ഈ പാപാവസ്ഥ ചിലപ്പോഴെങ്കിലും കുടുംബങ്ങളിൽ കാണാവുന്ന ഒരു വിഷയം, മക്കളെ തിരുത്തുന്നതിൽ ലുബ്ധ കാണിക്കുന്ന മാതാപിതാക്കൾ. ചിലപ്പോ മക്കളുടെ ചില രീതികൾ അത് ശരിയല്ല, അത് ഇപ്പോഴേ തന്നെ നുള്ളേണ്ടതാണ്, മുളയിലെ നുള്ളേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഉള്ളിൽ തോന്നിയാൽ പോലും അത് പറയാനായിട്ട് അപ്പന് മടി, അമ്മയ്ക്ക് മടി, തിരുത്താനുള്ള മനസ്സില്ലായ്മ. അത് മോൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം പോകുമോ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് മാതാപിതാക്കൾ മക്കളുടെ പാപത്തെ അതിനെ തിരുത്താൻ തയ്യാറാകാത്ത മാതാപിതാക്കള് ഉണ്ട്. അത് പിന്നീട് അവരതേക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലെ TV അതില് ഏതൊക്കെ ചാനലുകൾ കാണാം, ഏതൊക്കെ ചാനലുകൾ കാണാൻ പാടില്ല, ഇതൊക്കെ മക്കൾക്ക് വളരെ കൃത്യമായ ബോധ്യം മാതാപിതാക്കൾ ലഭിക്കേണ്ടതുണ്ട്. അത് കർശനമായ രീതിയിൽ അത് പാലിക്കപ്പെടേണ്ടതുണ്ട് കുടുംബത്തില്. ഇപ്പോൾ മൊബൈലിന്റെ ഉപയോഗം വളരെ നല്ലതാണ്, മൊബൈൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ മൊബൈല് അതിനോട് അഡിക്റ്റഡ് ആകുന്ന രീതിയിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു മകൻ അത്തരത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ അത് വളരെ അപകടം നിറഞ്ഞതാണ്. അവിടെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ മൊബൈൽ അതിൽ തന്നെ പാപമല്ല, മറിച്ച് മൊബൈല് മണിക്കൂറുകളോളം മൊബൈലുമായിട്ട് ഇരിക്കുന്നൊരവസ്ഥയിലേക്ക് സ്വന്തം ഇത് നമ്മുടെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാപമായിട്ട് ആരും കൂട്ടാറില്ല. പലപ്പോഴും അതൊക്കെ ഇപ്പോഴത്തെ രീതിയാണ്. അതിപ്പോ 12 മണിക്കൂർ മൊബൈലിലാണ് മക്കള് എന്ന് പറഞ്ഞ് അതിനെ സാമാന്യവത്കരിക്കുകയാണ്. പക്ഷെ അതിലൂടെ മക്കൾക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതിലൂടെ മക്കളുടെ ചിന്താശേഷി, മക്കളുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, മക്കളുടെ സാമൂഹിക അവബോധം, ഇതൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരു ചുരുങ്ങല്, ഒരു സ്ക്രീനിലേക്ക് ചുരുങ്ങലുള്ള അവസ്ഥ, അതൊക്കെ നമ്മൾ വളരെ കൃത്യമായത് മോഡേൺ സിൻസ് എന്ന് വേണേൽ പറഞ്ഞു. പക്ഷേ അത് സിൻസ് ആണെന്നും അവിടെ തിരുത്തപ്പെടേണ്ടതുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോഴ് ഇനി ചില കുടുംബങ്ങള് മക്കളെ തിരുത്താൻ മനസ്സില്ലാതെ, ചില കുടുംബങ്ങളിൽ അപ്പൻ എന്ത് ചെയ്യുന്നറിയാവോ, നീ പറയും എല്ലാം അമ്മയുടെ തലയിൽ വെച്ച് കൊടുക്കും, അപ്പൻ തിരുത്തൂല. പക്ഷെ അപ്പൻ തിരുത്തേണ്ട കാര്യങ്ങൾ അപ്പൻ തിരുത്തിയാലേ ശരിയാകും.
അമ്മ തിരുത്തേണ്ട കാര്യങ്ങൾ അമ്മ തിരുത്തിയാലേ ശരിയാകൂ. ഇത് അതുകൊണ്ട് ഈ രണ്ടു പേർക്കും കുടുംബത്തിലെ മക്കളെ തിരുത്തുന്ന കാര്യത്തിൽ അവരുടെ തിന്മയിലേക്കുള്ള ആഭിമുഖ്യങ്ങളെ അതിനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ രണ്ടു പേർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇനി മാത്രമല്ല, നമ്മുടെ മക്കള് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ, ഞാനിത് ചെറിയ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ അവിടെയെല്ലാം ചിലപ്പോ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങൾ കാണാറുണ്ട്. എന്ത് മോശം വാക്ക് കുഞ്ഞു പറഞ്ഞാലും, അത് അപ്പനെതിരെയോ അപ്പൂപ്പനെതിരെയോ എന്ത് പറഞ്ഞാലും അതെല്ലാം ഒരു രസമായിട്ടും ചിരിയായിട്ടും കളിയായിട്ടും കാണുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ കുഞ്ഞിന്റെ മനസ്സിൽ കയറുന്നത് മറ്റൊന്നായിരിക്കും. അത് പിന്നീട് കൂടുതൽ ഒരു ഒരു ശ്രദ്ധയില്ലാത്ത ഭാഷാ പ്രയോഗത്തിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളുടെ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ, പാപാവസ്ഥകളെ തിരുത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പാപം ചിന്തയിലൂടെ വരും, വാക്കിലൂടെ പാപമുണ്ട്, പിന്നെ പ്രവൃത്തിയിലൂടെയുണ്ട്, പിന്നെ ഉപേക്ഷയിലൂടെയുണ്ട്. ഉപേക്ഷയിലൂടെയുള്ള പാപം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഉപേക്ഷയിലൂടെ. എന്താ ഉപേക്ഷയിലൂടെ പാപം? ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് എന്ന ഒരു വ്യക്തമായ ഒരു ബോധ്യം. ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം, എനിക്ക് വളരെ ഇക്കാര്യത്തിൽ ചില ഒരു ഞാൻ യൂറോപ്പിൽ കുറച്ച് ആളുണ്ടായിരുന്നതുകൊണ്ട് അവിടെയുള്ള കുറച്ച് രീതികൾ, ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും ചെയ്യുക എന്ന വളരെ ശക്തമായ ഒരു കാര്യം അവിടെയുണ്ട്. അത് വളരെ ഭംഗിയായ ഒന്നാണ്. അത് അതിൻ്റെ ഉപേക്ഷ അതൊരു പാപമാണ് എന്ന് ചിന്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കടമകൾ അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഒരുപക്ഷെ അലസതയെ നമ്മൾ അത്ര ഗൗരവമായിട്ട് കാണാറില്ല. കുടുംബത്തിൽ അലസരായിരിക്കുക, അലസമായി സമയം കളയുക, അലസതയോടെ ജീവിതം ചെലവഴിക്കുക, ഇത്തരത്തിൽ അലസമായ ശൈലി, നമുക്കറിയാം വെക്കേഷൻ ഉണ്ട്, ഇതെല്ലാം ശരി തന്നെ. അതെല്ലാം നമുക്ക് നമ്മുടെ വളർച്ചയ്ക്കും ശരീരത്തിനും നമ്മുടെ സ്വസ്ഥതയ്ക്കും മനസ്സമാധാനം ഒക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. അതും അലസതയായിട്ട് കൂട്ടിക്കുഴക്കരുത്. അലസത എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്ത് അതിലൊരു കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പോവുള്ളൂ, അതൊക്കെ അങ്ങനെ നടക്കും, ഈ രീതിയിൽ. ഇപ്പൊ ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു. എത്ര പേർക്ക് വോട്ട് ഉണ്ട് എന്ന് ചോദിച്ചു. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏതാണ്ട് 4 ലക്ഷം പേരെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ, അതായത് 2021 2026 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല പലരുടെയും. അപ്പോൾ ഇത് രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഒരു കാര്യമാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരണമെന്ന് SIR നടക്കുന്നു, അതുകൊണ്ട് എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകണമെന്ന് അതിനൊരു നിഷ്ഠ പൗരന്മാരെന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടതല്ലേ? അത് ശ്രദ്ധിക്കാതെ പോയാൽ, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചാൽ, അത് രാഷ്ട്രത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെറിയ രീതിയിൽ മാത്രം, ഒരു ആത്മീയ രീതിയിൽ മാത്രം ഇക്കാര്യങ്ങൾ ഒതുക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു നമ്മുടെ രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം ഒക്കെ സൂചിപ്പിച്ച് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുടുംബത്തിലേക്ക് ഇരച്ചു കയറാൻ അല്ലെങ്കിൽ പാഞ്ഞു കയറാൻ പടിവാതിൽക്കൽ പാപം സർപ്പത്തെ പോലെ പതുങ്ങിയിരിപ്പുണ്ട് എന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് കുടുംബത്തിൽ നിരന്തരമായ ജാഗ്രത വേണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഈ ജാഗ്രത ഉണ്ടായിരിക്കണം. എൻ്റെ കുടുംബം ദൈവസ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഇടമായിരിക്കണം. എൻ്റെ കുടുംബം അശുദ്ധിയുടെ മേഖലയാകരുത്, വെറുപ്പിന്റെ മേഖലയാകരുത്. പലപ്പോഴും പല കുടുംബങ്ങളും അറിഞ്ഞോ അറിയാതെയോ മക്കളിലേക്ക് വെറുപ്പ് കടത്തിവിടും. അയാളോട് സംസാരിക്കരുത്, ആ കൊച്ചാപ്പൻ്റെ അടുത്ത് പോകരുത്, ആ വീട്ടിൽ പോകണ്ട, അത് നമ്മളോട് കെറുവാണ്, അവർക്ക് ഇച്ചിരി അസൂയാണ്. ശരിയാണ്,
കുട്ടികൾക്ക് ജാഗ്രത പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യണം കേട്ടോ, എന്നതല്ല പറയുന്നത്. മറിച്ച് വെറുപ്പിന്റെ ദുർവിശേഷം മക്കളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്, പാപാവസ്ഥയിൽ വളർത്തുകയാണ്. നമ്മള് എഫേസുകാർക്കുള്ള ലേഖനം അത് നമ്മൾ വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു തിരുവചനമാണ്. എഫേസുസ് 4-ാം അധ്യായത്തില് നമ്മള് ആ ഭാഗം വായിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് എപ്പോഴും വലിയ അസ്വസ്ഥത തോന്നാറുണ്ട്. 4:26-27 വാക്യങ്ങൾ. എഫേസുസ് 4:26-27. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. അപ്പോ കോപിക്കുന്നതിൽ കുഴപ്പമില്ല, അത് ന്യായമായ കോപം ആയിരിക്കും. കോപം അത് ആവശ്യമുള്ള കാര്യം തന്നെയാണെന്നാണ്. കോപിക്കാം, പക്ഷേ പാപം ചെയ്യരുത്. എന്നിട്ട് എന്താണ് അപ്പൊ പാപം? നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അപ്പോ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകുന്ന കോപമാണ് പാപം. ആ രീതിയിൽ അതിനൊന്ന് മനസ്സിലാക്കാൻ നോക്കിയേ. ചുരുക്കി പറഞ്ഞാൽ നീളുന്ന കോപത്തിന്റെ പേരാണ് വെറുപ്പ്, വൈരാഗ്യം. അത് പാപമാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളുടെ അടിവേര് തകർക്കാൻ പോകുന്ന ഒന്നാണ് വെറുപ്പ്, വൈരാഗ്യം. എത്ര കുടുംബങ്ങളാണെന്നോ തകർന്നടിഞ്ഞത്? കേസ്, സ്വന്തം സഹോദരങ്ങളാ കേസ് നടത്തി മുടിഞ്ഞു. പരസ്പരം കേസ്. വെറുപ്പ്, വൈരാഗ്യം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. പലപ്പോഴും അടുത്ത വാക്യം ഇതിനോട് ചേർത്തു വായിക്കാൻ പലരും ശ്രദ്ധിക്കാറില്ല. എന്താണ് അടുത്ത വാക്യം? സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഇതാണ് ആ വാക്യം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതിന്റെ അർത്ഥം എന്താ? കോപം നീണ്ട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ആയാൽ പിന്നെ കയറി കളിക്കുന്നത് സാത്താൻ തന്നെ. വെറുപ്പിലേക്ക്, വൈരാഗ്യത്തിലേക്ക് ഒരാൾ എത്തപ്പെട്ടാൽ പിന്നെ അവിടെ കൺട്രോൾ മുഴുവൻ സാത്താന്റെ കയ്യിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലെ പാപം എന്ന് പറയുന്നതിന് പല വശങ്ങളുണ്ട്. ഞാനതിൽ ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. ഒരു കാരണവശാലും മക്കളിലേക്ക് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, കയ്പിന്റെ വിത്തുകൾ ഇഞ്ചക്ട് ചെയ്യാൻ ഒരിക്കലും ഇടയാകരുത്. ഇപ്പോ നമ്മുടെ കുടുംബങ്ങളിലെ പാപാവസ്ഥയെക്കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങളെ ഇപ്പോൾ പറയുന്നുള്ളൂ. ഷിബു തുടരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ പിഴുങ്ങാൻ കാത്തിരിക്കുന്ന, ആ പടിവാതിൽക്കൽ കാത്തിരിക്കുന്ന ആ ഭീകര സർപ്പത്തെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ. കുടുംബത്തിൽ പാപത്തെ പൂജിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. മറിച്ച് ജാഗ്രതയുള്ള ഒരവസ്ഥ നിരന്തരം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കാത്തുസൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.